ദേവേട്ടാ, അവൾ കുറുമ്പോടെ വിളിച്ചു. പ്ലീസ് ദക്ഷി, ഇങ്ങനെ വിളിച്ചെന്നെ ഭ്രാന്ത് പിടിപ്പിക്കില്ലേടി. അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു. അവൻ അവളുടെ മുഖം അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. ഒരു ഇളം കാറ്റ് അവരെ തഴുകിപ്പോയി. അതിൽ ദച്ചുവിൻ്റെ അഴിച്ചിട്ട മുടികൾ അവളുടെ മുഖത്തേക്ക് ചലിച്ചു. അവൻ ഒരു കൈകൊണ്ട് അതിനെ ഒതുക്കി ചെവിക്ക് പുറകിലായി വെച്ചു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അതിൽ അവളോടുള്ള പ്രണയം മാത്രമായിരുന്നു നിറഞ്ഞു നിന്നത്. അവൻ അവളുടെ നെറ്റിയിൽ പതിയെ ചുംബിച്ചു. നിറയെ കൺപീലികളുള്ള അവളുടെ കണ്ണുകൾ ചിമ്മുന്നത് ഒരു നിമിഷം അവൻ നോക്കി നിന്നു. പിന്നെ അവളുടെ രണ്ട് കണ്ണുകളിലും അമർത്തി ചുംബിച്ചു. അവൾ രണ്ട് കൈകളും അവൻ്റെ ഷർട്ടിൽ തുരുത്തി പിടിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ചെവിയിലേക്ക് മുഖം അടുപ്പിച്ചു. അവൻ്റെ താടിരോമങ്ങൾ അവളെ സ്പർശിച്ചതും അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവൾ പരവേശത്തോടെ ഉമിനീറിറക്കിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ അമർത്തിപ്പിടിച്ചു. ദേവേട്ടാ, അവൾ ദയനീയമായി അവനെ വിളിച്ചു. എന്നാൽ ആ വിളി അവനെ ചൂട് പിടിപ്പിച്ചു. വീണ്ടും കേൾക്കാൻ എന്ന പോലെ അവൻ അങ്ങനെ തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. അവൾ വിയർത്തൊഴുകി. അവളുടെ വിയർപ്പ് കണങ്ങൾ നിറഞ്ഞ കഴുത്തിലേക്ക് അവൻ മുഖം പൊഴുത്തി. അവളൊന്ന് ഉയർന്നു പൊങ്ങിക്കൊണ്ട് അവൻ്റെ തലമുടിയിൽ കോർത്തു വലിച്ചു. അവൻ്റെ ശരീരം ചൂട് പിടിക്കാൻ തുടങ്ങി. അവനെ തള്ളി മാറ്റണമെന്ന് ബുദ്ധി പറയുമ്പോഴും അവളുടെ മനസ്സതിന് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അവളും അത് ആഗ്രഹിച്ചിരുന്നു. അവളുടെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി അവൻ അവളെ നോക്കി. കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചിരിക്കുന്ന അവളെ കണ്ടതും അവൻ അവളുടെ മുഖത്തേക്കൊന്ന് ഊതി. അവൻ്റെ ചൂട് നിശ്വാസം മുഖത്ത് തട്ടിയതും അവൾ കണ്ണുകൾ തുറന്നു. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു. അവളുടെ കണ്ണുകൾ വീണ്ടും കൂമ്പിയടഞ്ഞു. അവൻ്റെ കൈകൾ അവളുടെ നഗ്നമായ വയറിൽ ഒഴുകി നടന്നു. മേൽചുണ്ടിനെ തൊടാതെ അവൻ അവളുടെ കീഴ്ചുണ്ടിൽ മാത്രം അവൻ്റെ ചുംബനത്തെ ഒതുക്കി നിർത്തി. അവൾ അവൻ്റെ കഴുത്തിലും മാലയിലും തലമുടിയിലും കോർത്തു വലിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അവൻ്റെ നാവിൽ ചോരയുടെ ചവർപ്പറിഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. അവൾ കപടദേഷ്യത്തോടെ അവനെ നോക്കി. അവൻ തള്ളവിരൽ ഉപയോഗിച്ച് ചിരിയോടെ അവളുടെ ചുണ്ട് തുടച്ചു കൊടുത്തു. ദുഷ്ടൻ, കടിച്ചു മുറിച്ചു, അവൾ കുറുമ്പോടെ അവൻ്റെ നെഞ്ചിൽ തല്ലിക്കൊണ്ട് പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവളും ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു. ദേവേട്ടാ, എന്തോ? ഐ ലവ് യു, അവൾ പറയുന്നത് കേട്ടതും അവൻ ചിരിച്ചു. ഈ ദേവേട്ടൻ ഒട്ടും റൊമാൻറ്റിക് അല്ല, അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും പിടഞ്ഞു മാറിക്കൊണ്ട് പറഞ്ഞു. നീ പറഞ്ഞത് രുദ്രനോടാണെങ്കിൽ ഓക്കെ, അവൻ റൊമാൻറ്റിക് അല്ല. പക്ഷേ ഈ ദക്ഷിയുടെ ദേവൻ ഭയങ്കര റൊമാൻറ്റിക്കാണ്. അത് മോള് നാളെ അറിഞ്ഞോളും. അപ്പോഴും നീ ഇത് തന്നെ പറയണേ, അവൻ ചിരിയോടെ അവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, ഈ ദേവനാണോ ദക്ഷിയാണോ റൊമാൻറ്റിക് എന്ന്. അവൾ ഇളിയിൽ കൈകുത്തിക്കൊണ്ട് പറഞ്ഞു. അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവനോട് അടുപ്പിച്ചു. ദക്ഷി, അവൻ അവളുടെ കാതിൽ അരുമയായി വിളിച്ചു. ഞാൻ ഇവിടെ കിസ് ചെയ്തോട്ടെ? അവൻ തള്ളവിരൽ കൊണ്ട് അവളുടെ നാഭിച്ചുഴിയിൽ അമർത്തിക്കൊണ്ട് ചോദിച്ചതും അവൾ ഞെട്ടി അവനെ നോക്കി. പ്ലീസ്, ഒരു തവണ, അവൻ പറഞ്ഞതും അവൾ ചിരിയോടെ കണ്ണു ചിമ്മി കാണിച്ചു. അവൻ തറയിലേക്ക് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് തുറന്നിട്ടിരിക്കുന്ന അവളുടെ ഷർട്ട് വകഞ്ഞു മാറ്റി. മുറിവേറ്റ് അവളുടെ വയറിലൊന്ന് തലോടി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവളുടെ വയറിൽ അമർത്തി ചുംബിച്ചു. കുറേ നേരം അവൻ അങ്ങനെ തന്നെ ചുംബിച്ചുകൊണ്ടിരുന്നു. അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ട് അവൻ്റെ തലമുടിയിൽ തലോടി. ദേവേട്ടാ, അവൾ വിളിച്ചതും അവൻ മുഖമുയർത്തി അവളെ നോക്കി. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടിയിരുന്നു. അവൾ ചിരിച്ചുകൊണ്ട് അതെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞതും അവൻ അവളെ രണ്ട് കൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ചു. സമയം ഒരുപാടായി ദേവേട്ടാ, പൊയ്ക്കോ, അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തിക്കൊണ്ട് പറഞ്ഞു. പോകാം. അവൻ ഒന്നുകൂടി അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് വന്ന വഴിയെ തന്നെ ഇറങ്ങി. അവൾ ചിരിച്ചുകൊണ്ട് അവനെ ടാറ്റ കൊടുത്തു. അവനും അവളെ നോക്കി ചുണ്ടു കുറിപ്പിച്ച് ഉമ്മ കൊടുത്തു. അത് കണ്ട് അവൾ പൊട്ടിച്ചിരിച്ചു. ദച്ചുവിനോട് സംസാരിച്ചു കഴിഞ്ഞ് കിടന്നപ്പോഴാണ് ലച്ചുവിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത്. അവൾ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കി. കാശിയുടെ മെസ്സേജ് ആയിരുന്നു. വെളിയിലേക്ക് വാ, ഞാൻ പുറത്തുണ്ട്. അത് വായിച്ചതും അവളുടെ നെഞ്ച് ശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങി. കൈകൾ വിറച്ചു. ഞാൻ വരില്ല, അവൾ തിരിച്ച് റിപ്ലൈ കൊടുത്തു. വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി വരും, അറിയാലോ എന്നെ. അവൻ തിരികെ മെസ്സേജ് അയച്ചതും അവൾ ദയനീയമായി ആ മെസ്സേജിലേക്ക് നോക്കി. അവൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ പതിയെ സൗണ്ട് ഉണ്ടാക്കാതെ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. അവിടെ അവളെ കാത്തുന്ന പോലെ കാശി മാറിൽ കൈകൾ കെട്ടി കുസൃതി ചിരിയോടെ നിൽപ്പുണ്ടായിരുന്നു. അവൾ കാശിയുടെ അടുത്തേക്ക് നടന്നു. കാശിയേട്ടാ, അവൾ കുറുമ്പോടെ വിളിച്ചു. എന്താ പെണ്ണേ? അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ആരേലും കണ്ട നാണക്കേടാ കാശിയേട്ടാ, ഒന്ന് പൊയ്ക്കേ. ആര് കാണാനാ പെണ്ണേ, ഇവിടെ നീയും ഞാനും മാത്രമല്ലേ ഉള്ളൂ. രുദ്രേട്ടൻ ഉദച്ചു അറിഞ്ഞ കളിയാക്കി കൊല്ലും. ആണോ? എങ്കിലേ നിന്റെ ആ രുദ്രേട്ടൻ ഇപ്പം എവിടെയാണെന്നറിയോ? ഇല്ല, നിന്റെ ദച്ചുവിൻ്റെ കൂടെയുണ്ട്. പോ കാശിയേട്ടാ, കള്ളം പറയാതെ. കള്ളമല്ലടി, സത്യവാ.
അവന് ഞാനും കൂടി മുറിയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു എന്ന്. ഞാൻ പറയാൻ കാത്തിരുന്നത് പോലെ അവൻ ചാടി എഴുന്നേറ്റ് വരാൻ റെഡിയായി. അവൻ ദച്ചുവിൻ്റെ അടുത്തുണ്ട്. ശരിക്കും ഞാൻ അവളെ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളല്ലോ. ആ, അത് കഴിഞ്ഞിട്ടാകും അവൻ ചെന്നത്. ലച്ചു, അവൻ ഒന്നുകൂടി അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് വിളിച്ചു. അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവൾ കണ്ണുകൾ അടച്ചത് സ്വീകരിച്ചു. അവൻ അവളുടെ ഇരു കണ്ണിലും ചുംബിച്ചുകൊണ്ട് കവിളിലും ചുണ്ടുകൾ ചേർത്തു. അവൾ അവൻ്റെ ഷർട്ടിൽ തുരുത്തി പിടിച്ചു. നാളെ നിന്നെ കല്യാണ സാരിയിൽ എൻ്റെ താലിയും അണിഞ്ഞ് കാണാൻ കൊതിയാകുവാടി. അവൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ടുകൊണ്ട് അവൻ്റെ കവിളിലൊന്ന് ചുണ്ടുകൾ ചേർത്തു. കാശിയേട്ടാ, എന്താടാ? അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞതല്ലേ ഈ താടിയെടുക്കാൻ, എനിക്കൊന്ന് കിസ് ചെയ്യാൻ പോലും സ്ഥലമില്ല. അവൾ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. എൻ്റെ ഈ ചുണ്ട് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നീ എന്തിനാടി കവിളിൽ ഉമ്മ തരുന്നേ? അവൻ കുസൃതി ചിരിയോടെ അവളോട് ചോദിച്ചു. എനിക്ക് ഇവിടെ കിസ് ചെയ്യാനാണ് ഇഷ്ടം. അതെന്താ അങ്ങനെ? കാശേട്ടൻ ചിരിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന നുണക്കുഴിയില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെയോ? ഇതെന്താ നേരത്തെ പറയാഞ്ഞത്? അപ്പം ഞാൻ ഷേവ് ചെയ്യില്ലായിരുന്നോ? ഇനിയും ചെയ്യാലോ, അവൾ കുറുമ്പോടെ പറഞ്ഞു. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇപ്പം ഏട്ടൻ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എൻ്റെ മോള് ചൂടായിട്ടൊരു കിസ് തന്നെ. അവൻ അവളുടെ ചുണ്ടിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൾ ചുണ്ടുകൾ പൊത്തിക്കൊണ്ട് ഇല്ലെന്ന് തലയാട്ടി. ഇല്ലേ? അവൻ അവളുടെ ഇടുപ്പിൽ പിച്ചിക്കൊണ്ട് ചോദിച്ചതും അവൾ ദയനീയമായി അവനെ നോക്കി. അയ്യോ അമ്മ, അവൾ പുറകിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ പെട്ടെന്ന് അവളെ വിട്ടിട്ട് തിരിഞ്ഞു നോക്കി. അവൾ അവനെ തള്ളി മാറ്റിയിട്ട് ഓടി. കാശിയേട്ടാ, അധികം നിന്ന് തണുപ്പടിക്കാതെ പൊക്കോ, പനി പിടിച്ചാൽ കല്യാണം മുടങ്ങുവേ. അവൻ്റെ അടുത്തു നിന്നും കുറച്ച് ദൂരെ ആയതും അവൾ ചിരിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു. അവൻ ഇളയിൽ കൈകുത്തി നിന്നുകൊണ്ട് അവളെ കപട ദേഷ്യത്തോടെ നോക്കി. നിനക്ക് ഞാൻ കാണിച്ചു തരാടി, നാളെ നീ എങ്ങോട്ടോടുമെന്ന് എനിക്കൊന്ന് കാണണം. ഇപ്പം നീ എന്നെ കളിയാക്കി ചിരിച്ചതിന് നാളെ മോള് കരയുന്നത് ഞാൻ കാണിച്ചു തരാട്ടോ. അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ദയനീയമായി അവനെ നോക്കി. ലച്ചു പാവമല്ലേ കാശിയേട്ടാ, അവൾ കുറുമ്പോടെ കുഞ്ഞു കുട്ടികൾ പറയുന്നത് പോലെ പറഞ്ഞു. സോപ്പിങ് വേണ്ട, രക്ഷപ്പെട്ട് ഓടിയതല്ലേ, പൊയ്ക്കോ. നാളെ എൻ്റെ അടുത്ത് തന്നെയല്ലേ വരേണ്ടത്. അവൻ പറഞ്ഞതും അവൾ നല്ലോണം ഇളിച്ചു കാണിച്ചു. അത് കണ്ട് ചിരിച്ചുകൊണ്ട് അവനും പുറത്തേക്കിറങ്ങി. അവൾ സിറ്റൗട്ടിൽ കയറി നിന്നുകൊണ്ട് അവന് ഫ്ലൈയിങ് കിസ് കൊടുത്തു. പോടി, അവൻ കപട ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ട് ഇറങ്ങി. അത് കണ്ട് അവൾ ചിരിച്ചു. പിറ്റേന്ന് രാവിലെ ബ്യൂട്ടീഷ്യൻ ചേച്ചി വന്ന് രണ്ടുപേരെയും ഒരുപോലെ ഒരുക്കിയിരുന്നു. ചുവന്ന പട്ടുസാരിയിൽ രണ്ടുപേരും ഒന്നിനോടൊന്ന് മെച്ചമായിരുന്നു. എൻ്റെ മക്കൾ സുന്ദരികളായിട്ടുണ്ട്, മുത്തശ്ശി അവരെ ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അതെന്താ മുത്തശ്ശി, ഞങ്ങൾ നേരത്തെ സുന്ദരികളല്ലായിരുന്നോ? ദച്ചു പുരികം പൊക്കി ചോദിച്ചു. പിന്നെ എൻ്റെ മക്കൾ രണ്ടുപേരും ഒന്നിനോടൊന്ന് മെച്ചമല്ലേ? മുത്തശ്ശി ചിരിയോടെ പറഞ്ഞതും അവരും ചിരിച്ചു. മുതിർന്നവരുടെ എല്ലാവരുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് അവർ രണ്ടുപേരും രണ്ട് കാറിലായിട്ട് കയറി. രുദ്രനും കാശിയും മുണ്ടും ഷർട്ടുമായിരുന്നു. അവരും മുതിർന്നവരുടെ അനുഗ്രഹത്തോടെ ഇറങ്ങി. കുറച്ചു കഴിഞ്ഞതും അവർ കല്യാണ മണ്ഡപത്തിലെത്തിയിരുന്നു. രുദ്രനും കാശിയും മണ്ഡപത്തിലിരുന്നു. ആളും ആരവവും നിറഞ്ഞു. പെൺകുട്ടികൾ അവരുടെ അമ്മമാരോടും അച്ഛന്മാരോടും കൂടെ വന്നു. സാരിയിൽ ഒരുങ്ങി വരുന്ന ദച്ചുവിനെയും ലച്ചുവിനെയും കാശിയും രുദ്രനും കണ്ണെടുക്കാതെ നോക്കി. ആദ്യമായിട്ടായിരുന്നു അവരെ സാരിയിൽ കാണുന്നത്. രുദ്രൻ ദച്ചുവിനെ തന്നെ നോക്കി. അവളുടെ വെളുത്ത മുഖത്തിനും ശരീരത്തിനും ആ ചില്ലി റെഡ് കളർ സാരി നന്നായിട്ട് ഇണങ്ങുന്നുണ്ടായിരുന്നു. കാശി ലച്ചുവിനെ നോക്കി, ലച്ചുവും കാശിയെ നോക്കി. അവൻ താടി ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു, കട്ടിക്ക് മീശ വെച്ചിട്ടുണ്ട്. കാശി അവളെ നോക്കി കുസൃതിയോടെ ചിരിച്ചു. അവളും അവനെ നോക്കാതെ തലകുനിച്ചു. അത് കണ്ട് കാശിക്ക് ചിരി വന്നു. അവൾക്കും ആ കളർ സാരി നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ആൺപിള്ളേരുടെ അടുത്തേക്ക് വന്നിരുന്നു. മുഹൂർത്തം ആയതും താലി കെട്ടി രുദ്രൻ ദച്ചുവിനെയും കാശി ലച്ചുവിനെയും സ്വന്തമാക്കി. ദച്ചുവിൻ്റെ കഴുത്തിൽ രുദ്രൻ താലി കെട്ടിയതും ഒരു ഇളങ്കാറ്റ് വിളക്കുകളെ അണയിക്കാതെ തന്നെ അവരെ തഴുകിപ്പോയി. തിരുമേനി അത് കണ്ട് സന്തോഷിച്ചു. ആ കാറ്റിൽ ദച്ചുവിൻ്റെയും രുദ്രൻ്റെയും മനസ്സ് ശാന്തമായതുപോലെ അവർക്ക് തന്നെ തോന്നി. രണ്ടാം പിള്ളേരും താലി കെട്ടിക്കഴിഞ്ഞ് പെൺപിള്ളേർക്ക് നെറ്റിയിൽ ഉമ്മ കൊടുത്തു. ദച്ചുവും ലച്ചുവും അന്തം വിട്ട് ഇത് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന രീതിയിൽ അവരെ നോക്കി. അവർ നല്ലോണം ഇളിച്ചു കാണിച്ചു. അത് കണ്ട് അമ്മമാരും അച്ഛന്മാരും സന്തോഷിച്ചു. ഇതുപോലെ 100 വർഷം അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് അവർ അനുഗ്രഹിച്ചു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വൈകിട്ട് അമ്മമാർ പെൺപിള്ളേരെ സെറ്റ് സാരി ഉടുപ്പിക്കുകയാണ്. അമ്മേ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? രാവിലെ തന്നെ സാരി ഉടുത്ത് എനിക്ക് മതിയായി, നിൽക്കാനും ഇരിക്കാനും പറ്റുന്നില്ലായിരുന്നു, ശ്വാസം മുട്ടിയിട്ട്. ദച്ചു കല്യാണിയെ നോക്കിക്കൊണ്ട് പരിഭവം പറഞ്ഞു. ഒരു പാൻറ്റും ഷർട്ടും എടുത്തു തരട്ടെ? ആ, അത് മതി, ഞാൻ എടുത്തിട്ട് വരാം. അവൾ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങി. ദച്ചു, കല്യാണി കപട ദേഷ്യത്തോടെ വിളിച്ചപ്പോഴാണ് അവളെ കളിയാക്കിയതാണെന്ന് അവൾക്ക് മനസ്സിലായത്. അവൾ നല്ലോണം ഇളിച്ചു കാണിച്ചു. അത് കണ്ട് ലച്ചുവും അമ്മമാരും ചിരിച്ചു. പെൺപിള്ളേർ ഒരുങ്ങി മുറിയിലിരിക്കുകയാണ്.
അമ്മമാർ പാലെടുക്കാൻ പോയി. ലച്ചു ആണെങ്കിൽ നഖവും കടിച്ച് ഓരോന്ന് ആലോചിക്കുകയാണ്. ലച്ചു പിന്നെ കൂളായി ഫോണിൽ ഇന്നത്തെ സ്റ്റാറ്റസൊക്കെ ഇടുന്ന തിരക്കിലാണ്. ലച്ചു ദേ ഇതൂടെ എടുത്തോ. അവൾ വലത്തെ കൈ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും ലച്ചു സംശയത്തോടെ അവളെ നോക്കി. അല്ല, നിന്റെ നഖം തീർന്നെങ്കിൽ ഇതെടുത്തോളാൻ പറഞ്ഞതാ. ലച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ലച്ചു അവളെ കൂർപ്പിച്ചു നോക്കി. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഞാൻ ആദ്യമായിട്ടല്ലേ കാശിയേട്ടൻ്റെ കൂടെ. നിനക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ. കല്യാണത്തിന് മുൻപേ നീ രുദ്രേട്ടൻ്റെ കൂടെ കിടന്നിട്ടുണ്ടല്ലോ. ലച്ചു ദയനീയമായി പറഞ്ഞു. അതിന് കാശിയേട്ടൻ നിന്നെ കൊല്ലാനൊന്നുമല്ലല്ലോ കൊണ്ടുപോകുന്നത്, സ്നേഹിക്കാനല്ലേ. ലച്ചു അവളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കൊല്ലാനാണോ വളർത്താനാണോ എന്ന് ഇന്നറിയാം. എടി ദച്ചു, എനിക്ക് ശരിക്കും നല്ല ടെൻഷനുണ്ട്. ഈ ഫസ്റ്റ് നൈറ്റൊക്കെ എങ്ങനെയായിരിക്കും? ലച്ചു ദച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ എന്താടി, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണല്ലേ? ദച്ചു എന്തോ കണ്ടുപിടിച്ചതുപോലെ പറഞ്ഞു. ആ, ഫസ്റ്റ് നൈറ്റ് ആണോ ലാസ്റ്റ് നൈറ്റ് ആണോ എന്ന് നാളെ പറയാം, ലച്ചു ദയനീയമായി പറഞ്ഞു. അയ്യേ, അതിനാണോ ഈ സാരി ഉടുത്ത് നമ്മളിരിക്കുന്നേ? അതെ. എടി, ഇതഴിക്കാൻ ഭയങ്കര പാടല്ലേ? വല്ല പാൻറ്റും ബനിയനും പോരായിരുന്നോ? എന്ത്? അല്ല, ഇതഴിക്കാൻ പാടല്ലേടി. ആ സമയം കൊണ്ട് കാര്യത്തിലേക്ക് കിടക്കാലോ. ലച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ലച്ചു ഇതെന്ത് ജീവി എന്നുള്ള രീതിയിൽ അവളെ നോക്കി. എന്താടി നോക്കുന്നേ? നീ എന്താ ദച്ചു ഇങ്ങനെ? പിന്നെ എത്രയെന്ന് വെച്ചാൽ ദേവേട്ടൻ്റെ കൂടെ കൺട്രോൾ ചെയ്ത് കിടക്കുന്നേ? ദച്ചു നാണോ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. ദച്ചുട്ടാ, നീ ഒരുപാട് ഡെവലപ്പായിരിക്കുന്നു. ലച്ചു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു. നിനക്ക് നല്ല പേടിയുണ്ടല്ലേ? പിന്നെ ഇല്ലാതെ എൻ്റെ വയറ്റിൽ ഇപ്പോഴേ വെപ്രാളം കയറുന്നു, അവൾ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പറയുന്നത് കേട്ട് ദച്ചു ചിരിച്ചു. അമ്മമാർ വന്ന് രണ്ടുപേരെയും പാലും കൊടുത്ത് രുദ്രൻ്റെ കാശിയുടെ മുറിയിലേക്കാക്കി. തെച്ചു റൂമിൽ ചെന്നപ്പോൾ രുദ്രൻ കുളിക്കുകയായിരുന്നു. അവൾ പാല് ടേബിളിൽ വെച്ചിട്ട് കട്ടിലിൽ ചെന്നിരുന്ന് ഫോൺ നോക്കാൻ തുടങ്ങി. അവൾക്ക് സാരിയെ കൊടുത്തിട്ട് വല്ലാത്ത ഇറിറ്റേഷൻ തോന്നുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞതും അവൻ കുളിച്ചിട്ടിറങ്ങി. ഒരു മുണ്ട് മാത്രം ഉടുത്തുകൊണ്ട് തല തുവർത്തിക്കൊണ്ട് വരികയായിരുന്നു അവൻ. എന്തോ നടി ഇത്? നീ രാത്രി കല്യാണത്തിന് വല്ലതും പോകുന്നുണ്ടോ? അവൻ തല തുവർത്തിക്കൊണ്ട് അവളെ കളിയാക്കി. അമ്മ ഒരുക്കിയതാ ദേവേട്ടാ. എനിക്കാണെ ഇതെല്ലാം കൂടി ശ്വാസം മുട്ടുക. സാരി മാറിയാൽ ദേവേട്ടൻ വഴക്കു പറഞ്ഞാലോ എന്ന് കരുതിയിട്ടാ. എനിക്ക് ഈ വക കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. നീ ഇതൊക്കെ മാറിയിട്ട് നോർമൽ ഡ്രസ്സ് എടുത്തിട്, അവൻ പറഞ്ഞുകൊണ്ട് കണ്ണാടിയിൽ നോക്കി തല തുവർത്തി. അവൾ സാരി മാറാൻ തുടങ്ങി. അവൾ തലമുടിയിൽ നിന്ന് മുല്ലപ്പൂവും മറ്റും മാറ്റിയിട്ട് തലമുടി മുഴുവൻ വാരി മുകളിലേക്ക് കെട്ടിവെച്ചു. സാരിയുടെ പ്ലീറ്റ് ഒഴിച്ച് ഒറ്റ പ്ലീറ്റിൽ ഇട്ടുകൊണ്ട് ബാക്കി അഴിക്കാൻ തുടങ്ങി. അവൻ കണ്ണാടിയിൽ കൂടി അവളുടെ ഓരോ ചലനങ്ങളും നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവളുടെ മുടി പൊക്കി കെട്ടിവെച്ചിരിക്കുന്നത് കൊണ്ട് അവളുടെ വെളുത്ത പുറം അവന് മുൻപിൽ അനാവൃതമായി. ബ്ലൗസ് ബാക്കിൽ നല്ല ഇറക്കത്തിലായിരുന്നു തയ്പ്പിച്ചത്. അവൻ യാന്ത്രികമായി അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന വിയർപ്പ് തുള്ളികളിൽ അവൻ ചുംബിച്ചു. അവൾ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു. അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവളുടെ കഴുത്തിൽ മുഖം പൊഴ്ത്തി. അവളുടെ സാരി തോളിൽ നിന്നും താഴേക്ക് വീണു. അവൾ ഒരു കൈകൊണ്ട് അവൻ്റെ തലമുടിയിൽ അമർത്തിപ്പിടിച്ചു. ദേവേട്ടാ. അവൻ മുഖം ഉയർത്താതെ തന്നെ മൂളി. അവൻ അവളുടെ കഴുത്തിൽ ചുണ്ടുകളും നാവുകളും ഉപയോഗിച്ച് നുണഞ്ഞു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ടൊന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ തലമുടിയിൽ കോർത്തു വലിച്ചു. അത്രയും മതിയായിരുന്നു അവൻ്റെ ശരീരത്തെ ചൂട് പിടിപ്പിക്കാൻ. അവൻ അവളെ കൈകളിൽ എടുത്തുകൊണ്ട് കട്ടിലേക്ക് കിടത്തി. അവൾ അവനെ മുഖം കൂർപ്പിച്ച് നോക്കി. അവൻ ചിരിച്ചുകൊണ്ട് വീണ്ടും അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴ്ത്തി. അവൾ ചിരിച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. അവൻ്റെ ചുണ്ടുകളും നാവുകളും അവളുടെ കഴുത്തിൽ ഒഴുകി നടന്നു. അവൻ അവളുടെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഇരു കണ്ണുകളിലും ചുംബിച്ചുകൊണ്ട് അവൻ താഴേക്കിറങ്ങി. അവളുടെ മൂക്കിൻ തുമ്പിൽ കടിച്ചുകൊണ്ട് അവൻ അവളുടെ കാതിലേക്ക് ചുണ്ടുകൾ ചേർത്തു. അവളുടെ കമ്മലുകൾ കാതിൽ നിന്നും അഴിച്ചുകൊണ്ട് അവൻ അവളുടെ കാതിനെ നുണഞ്ഞു. അവൾ ബെഡ്ഷീറ്റിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങി. അവൻ ചിരിച്ചുകൊണ്ട് ഒന്നുകൂടി അവളിലേക്ക് അമർന്നു. ഞാൻ റൊമാൻറ്റിക് അല്ല അല്ലേടി, ഇപ്പം കാണിച്ചു തരാട്ടോ, അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞതും അവൾ ദയനീയമായി അവനെ നോക്കി. അവൻ അവളെ നേരെ കിടത്തി. അവൾ മുഖം പൊത്തിപ്പിടിച്ചു. അവൻ ചിരിയോടെ അവളുടെ കൈകളെ മാറ്റി മുകളിലേക്ക് വെച്ച് ലോക്ക് ചെയ്ത് പിടിച്ചു. ദേവേട്ടാ, അവൾ കുറുമ്പോടെ അവനെ വിളിച്ചതും അവൻ അവളുടെ ചുണ്ടുകളെ കടിച്ചെടുത്ത് നുണഞ്ഞു. അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. ഒടുവിൽ അവൾക്ക് ശ്വാസം മുട്ടുന്നുണ്ടെന്ന് മനസ്സിലായതും അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. അവൾ കപടദേഷ്യത്തോടെ അവനെ നോക്കി. അവൻ നല്ലോണം ഇളിച്ചു കാണിച്ചതും അവൾ അവനെ കട്ടിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അവനിലേക്ക് അമർന്നു. അവൻ ഞെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി. ഇനി ദക്ഷിയുടെ കിസ് എങ്ങനെയാണെന്ന് ഈ ദേവൻ അറിയണ്ടേ? അവൾ അവൻ്റെ കാതിൽ ചോദിച്ചതും അവൻ ചിരിച്ചു.